എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് ശ്രീനാരായണ ധർമ്മം പുനരാരംഭിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഡിസംബർ 25 മുതൽ ജനുവരി 1 വരെ മഹാഗുരുവിൻ്റെ തീർത്ഥാടന സംബന്ധിയായി ഓൺലൈനിൽ നമ്മുടെ വെർച്വൽ തീർത്ഥാടനമാണ് നടന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ വരേണ്ട ശിവഗിരി തീർത്ഥാടനം പരിമിതപ്പെടുത്തിയതിലും എല്ലാവർക്കും വിഷമമുണ്ട്. എത്രയോ ആളുകൾ വ്രതമെടുത്ത് അവർക്ക് പ്രത്യേകിച്ച് പുതുവത്സരത്തിൽ എത്താൻ പറ്റാത്തതിൻ്റെ ഇച്ഛാഭംഗവും ഒക്കെ ഉണ്ട്, നമുക്കറിയാം. എങ്കിലും ശിവഗിരി TV-യിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഏകദേശം 90ഓളം പ്രഭാഷകർ അതാത് വിഷയങ്ങളിൽ പ്രാഗൽഭ്യമുള്ള, ലോകത്തിൽ തന്നെ പ്രശസ്തരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉൾപ്പെടെ ഈ ദിവസങ്ങളിൽ നിങ്ങളുമായി സംവദിച്ചിരുന്നു. അതുകൊണ്ട് ഗുരുവിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു സങ്കല്പം, പ്രത്യേകിച്ച് ഓരോ വിഷയങ്ങളിൽ പ്രഗത്ഭരായവരെ കൊണ്ട് പ്രസംഗിപ്പിക്കണം, അത് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള ആ ഒരു സങ്കല്പം, അത് നമ്മൾക്ക് എല്ലാവരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ചരിത്ര സംഭവമാണ്. ഗുരുവിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആശയങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചത്. തീർച്ചയായും അതിൻ്റെയൊക്കെ ഒരു ക്ഷീണത്തിൽ നിന്ന് നമ്മളുടെ ശിവഗിരി TV ടീം ഒക്കെ വീണ്ടും സജീവമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിവഗിരി മഠത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് പുതുവർഷത്തിൽ നമ്മൾ സമാരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പുതുവർഷം പരമാവധി സത്കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള ഒരു ആശംസ. കാരണം ഗുരുവിൻ്റെയും ശാരദാംബയുടെയും അനുഗ്രഹം ലഭിക്കുന്നതിലൂടെ മാത്രമാണ് നമുക്ക് ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മളുടെ ഈ 2021 പൂർണ്ണമായും ആ ഒരു തലത്തിലേക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം.
അപ്പോൾ ഈ തീർത്ഥാടനത്തിൽ കുറച്ച് പരാതികളൊക്കെ നമ്മൾ കേട്ടിരുന്നു. നിങ്ങളുടെയും ഒക്കെ ചെവികളിലും അത് എത്തിയിട്ടുണ്ടാകാം. സ്വാഭാവികമായി ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അവരവരുടെ തലത്തിൽ നിന്നുകൊണ്ട് പലരും പല കുറ്റങ്ങളും കുറവുകളും, അതിൽ പ്രധാനമായിട്ട് ഇവിടെ വന്ന ആളുകൾക്ക് ഭക്ഷണം, ഗുരുപൂജാ പ്രസാദം കൊടുക്കുവാനായിട്ട് സാധിക്കാതെ പോയതിൻ്റെയും താമസ സൗകര്യമില്ലാത്തതിൻ്റെയൊക്കെ ഒരു പരാതി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ അതിൻ്റെ വരുംവരായികളെക്കുറിച്ച് എല്ലാവരെയും അറിയിച്ചിരുന്നതാണ്. അപ്പോൾ എന്നിട്ടും വീണ്ടും അതിനെക്കുറിച്ച് ചില ആളുകൾ മെസ്സേജിലൂടെയൊക്കെ, കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് ഏത് കാര്യവും അങ്ങനെ പ്രചരിപ്പിക്കാൻ എളുപ്പമാണല്ലോ. എന്തായാലും വരുന്ന തീർത്ഥാടനം നമുക്ക് ഇങ്ങനെയുള്ള ഈ മഹാമാരിയിൽ നിന്നുള്ള ഒരു മോചനം തരും. നമ്മൾക്കെല്ലാവർക്കും വളരെ ഗംഭീരമായി ആഘോഷിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ നമുക്ക് നമ്മളുടെ ശ്രീനാരായണ ധർമ്മത്തിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് മാതാപിതാക്കൾ കൃത്യമായിട്ട് കുഞ്ഞിനെ 5 വയസ്സിന് ശേഷം ഒരു ഗുരുവിനെ കണ്ടെത്തി ആ ഗുരുകുലത്തിൽ താമസിച്ച് പഠിപ്പിക്കുവാൻ വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കണം എന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്ലായിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. നമ്മളത് സൂചിപ്പിച്ചതാണ്. എന്തായാലും കുട്ടികളുടെ ഉന്നമനത്തിനു വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിനും സംസ്കാര രൂപീകരണത്തിനും സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വികാസത്തിനും ഒക്കെ ഗുരുകുലത്തെ, അതായത് ഉത്തമനായ ഗുരുവിനെ ആശ്രയിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഗുരുകുല വാസം, അതായത് വിദ്യാഭ്യാസ കാലഘട്ടം ബ്രഹ്മചര്യ ആശ്രമമായിട്ടാണ് ഋഷിമാർ കണക്കാക്കിയിട്ടുള്ളത്. സന്യസിക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ സന്യസിക്കാൻ പോകുന്ന, അതിന് തയ്യാറെടുക്കുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലാണ്, വ്യക്തികൾ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അത് മാത്രമല്ല, ശരിക്കും ഒരു കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഗുരുവിൻ്റെ കീഴിൽ നിയന്ത്രണത്തിൽ നടത്തുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ആ കുട്ടിയുടെ വ്യക്തിത്വ വികാസത്തിനും അതുപോലെ തന്നെ മറ്റ് അവൻ്റെ പഠന സമയവും ഒക്കെ ഇതിൽ വരുന്നതാണ്. വിവാഹം വരെയുള്ള ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് ബ്രഹ്മചര്യ കാലഘട്ടം എന്നതിന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടം പരമാവധി മാതാപിതാക്കൾ അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ പാകപ്പെടുത്തുമ്പോൾ മാത്രമാണ്, കാരണം അതിന് വേണ്ടുന്ന വേദി ഒരുക്കുക. മാതാപിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത് വേദി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള ആ വേദി ഒരുക്കൽ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് താമസിക്കണം അല്ലെങ്കിൽ താമസിപ്പിക്കണം എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിലൂടെ
എന്താണ് പറയുന്നത്? വർണ്ണിന പിതരൗ നിസ്സൗ യദി ദേശസഭാ സ്വയം ബ്രഹ്മചര്യവ്രതം സമ്യക് അവശ്യം തസ്യ നിർവഹേത്. വർണ്ണിനഃ, വർണ്ണി എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മചാരി, അതാണ്. പിതരൗ, മാതാപിതാക്കൾ, യദി നിസ്സൗ, അവർ നിർധനന്മാരാണ് എങ്കിൽ, ദേശസഭ സ്വയം, ഈ ദേശസഭ തന്നെ എന്ത് ചെയ്യണം? തസ്യ, അവൻ്റെ ബ്രഹ്മചര്യവ്രതം, അതായത് ആ വിദ്യാഭ്യാസ കാലത്തെ സമ്യക് അവശ്യം നിർവഹേത്, നല്ലവണ്ണം നിശ്ചയിക്കണം. സമ്യക്, പൂർണ്ണമായിട്ടും, അവശ്യം നിർവഹേത്, അവൻ്റെ വിദ്യാഭ്യാസ കാര്യത്തെ ഏറ്റെടുത്ത് നടത്തണമെന്നാണ്. അപ്പോൾ പണ്ടും ഈ ഒരു പ്രശ്നമുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കുട്ടികളെ പഠിപ്പിക്കുവാനായിട്ട് മാതാപിതാക്കൾക്ക് കൽപ്പില്ലാതിരുന്ന കാലം അത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ലോക സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് ഗുരു ഇവിടെ പറയുന്നത്, ഗുരു അങ്ങനെ ചെയ്യിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസം അതിനു വേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുവാനായിട്ട്. അപ്പോൾ മാതാപിതാക്കൾക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ദേശത്തുള്ള ആളുകൾ, ദേശസഭ എന്ന് പറയുന്നത് ഒരു ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമത്തിനൊരു സഭയുണ്ടാവും, അതിനൊരു കൂട്ടായ്മയുണ്ടാവും. ആ സഭ, അതിൻ്റെ മുതിർന്നവർ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിദ്യാഭ്യാസത്തിന് മുൻകൈ എടുക്കണമെന്നാണ്. ഒരു കാരണവശാലും വിദ്യാഭ്യാസമില്ലാത്ത കുട്ടികൾ ഉണ്ടാകരുത്. ഇപ്പോൾ സാക്ഷര കേരളം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവർ ആയിരിക്കണം. അങ്ങനെ കേരളം ആ രീതിയിൽ ഒരു സമയത്ത് നമ്പർ 1 ആയിരുന്നു. അപ്പോൾ അക്ഷരം പഠിച്ചതുകൊണ്ട് മാത്രമാവുന്നില്ല. അവിടെ വിദ്യാഭ്യാസത്തിൻ്റെ തലത്തിലേക്ക്, അക്ഷര പഠനത്തിലൂടെ നമ്മൾ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് കൂടി നമ്മൾ പഠിക്കണം. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസം മാത്രം പോരാ, അതിൻ്റെ കൂടെ ആത്മീയമായിട്ടുള്ള പഠനവും കൂടി നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് ഒരു ബാലൻസിൽ പോകുകയുള്ളൂ. സമത്വം എന്ന് പറയും. സമത്വം യോഗ ഉച്യതേ. ഈ മനസ്സിൻ്റെ ബാലൻസിൽ കൊണ്ടുപോകുന്ന അവസ്ഥ. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. സന്തുലിതാവസ്ഥ നമുക്ക് നഷ്ടപ്പെടും. ഇന്നത്തെ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. അതിൻ്റേതായിട്ടുള്ള ആ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു സമൂഹം എപ്പോഴും ഉണ്ടാകണം, വിദ്യാവിഹീനരായിട്ട് ഉണ്ടാകാൻ പാടില്ല എന്ന് ഗുരു നിഷ്കർഷിക്കുകയാണ്. ആ വിദ്യാവിഹീനരായി ആളുകൾ മാറിപ്പോയതിൻ്റെ ഫലമാണ് ഇവിടെ അടിച്ചമർത്തപ്പെട്ട ഒരു ജനവിഭാഗം ഉണ്ടായത്. ഇന്നും കേരളത്തിലും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വിദ്യാവിഹീനരായി അസംഘടിതരായി ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ വിദ്യയില്ലാത്തവന് വിദ്യ കൊടുക്കുവാനായിട്ടുള്ള ഒരു ശ്രമം പലപ്പോഴും കുറഞ്ഞ് നിൽക്കുന്നുണ്ട്. കഴിവുള്ള കുട്ടികളെ അവരെ പഠിപ്പിക്കുവാനായിട്ട് സാമ്പത്തികമായി ശേഷിയുള്ള ആളുകൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ഗുരുവും വളരെയധികം താല്പര്യപൂർവ്വം ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് അവന് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. വസൻ ഗുരുകുലേ വർണ്ണി ഗന്ധുകാമോ നിജാലയം സാചാര്യോ നിയതേകാലേ ഗച്ഛേത് ഗുരുപരായണ. ഗുരുകുലേ വസൻ, ഗുരുകുലത്തിൽ വസിക്കുന്ന വർണ്ണി, ആ വിദ്യാർത്ഥി, നിജാലയം, തൻ്റെ ഗൃഹത്തിലേക്ക്, ഗന്ധുകാമ, പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗുരുപരായണ, ഗുരുവിനെ
എപ്പോഴും ആശ്രയിച്ച് നിൽക്കുന്ന, ഗുരുവിനെ വിചാരിക്കുന്ന എന്ന് പറയുന്നത് ഗുരുവിനെ എപ്പോഴും ആശ്രയിച്ച് ഗുരുവിനെ മാർഗദർശിയായി ഇരിക്കുന്ന, അതാണ് ഗുരുപരായണൻ. സാചാര്യ എന്ത് ചെയ്യണം? ആചാര്യനോടുകൂടി നിയതേ കാലേ, നിശ്ചിത കാലത്തിൽ ഗച്ഛേത് പോകണം. അപ്പോൾ ഗുരുകുലത്തിൽ വസിക്കുന്ന ഒരു ശിഷ്യന് അവന് വീട്ടിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? ഗുരു നിശ്ചയിക്കുന്ന സമയം ഗുരുവിനോടുകൂടി പോകേണ്ടതാണ് വീട്ടിൽ പോകുമ്പോൾ. അപ്പോൾ അത്രയും ശ്രദ്ധ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ ഗുരുവിൻ്റെ അനുവാദം ആവശ്യമാണ്. അപ്പോൾ പക്ഷേ ഇന്നത്തെ മാതിരി വിദ്യാലയങ്ങളിലും കോളേജ് കലാലയങ്ങളിലൊക്കെ സമരമൊക്കെ നടത്തി ആചാര്യന്മാർ, അവിടെ പഠിപ്പിക്കുന്ന സാറുമാരെയൊക്കെ ചീത്ത വിളിക്കാനും ഉപദ്രവിക്കുവാനും ഒക്കെ പോകുന്ന ഒരു സംസ്കാരം പണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രാഷ്ട്രീയം, വിദ്യാലയങ്ങളിലേക്ക് രാഷ്ട്രീയം കടന്നു വന്നപ്പോൾ ഒരുപാട് പാളിച്ചകൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാലയത്തിൽ കലാലയ രാഷ്ട്രീയം വേണമെന്ന് വാദിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് അത് രാഷ്ട്രീയക്കാരാണ്. അവർക്ക് അവരുടെ അനുയായികളെ സൃഷ്ടിക്കുന്നതിന് ഇത് ആവശ്യമാണ്. പക്ഷേ വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കുന്നില്ല. അവരുടെ ഭാവി നഷ്ടപ്പെടുന്നത്, ഭാവിയെ ഇരുളടഞ്ഞതാക്കുന്നത് ഇപ്പോൾ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. അപ്പോൾ കലാലയ രാഷ്ട്രീയം മിക്കവാറും അങ്ങനെ ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ഒന്നല്ല. അത് മിക്കവാറും വേറെ രീതിയിലാണ് അതൊക്കെ പോകുന്നത്. ഇപ്പോൾ ഗുരുകുലത്തിൽ, നമ്മുടെ പണ്ടത്തെ രീതിയിലുള്ള ഗുരുകുല സമ്പ്രദായത്തിൽ എല്ലാം ഗുരുവിനെ ആശ്രയിച്ച്, ഗുരുവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഗുരുവിൻ്റെ ആജ്ഞയെ ധിക്കരിക്കാതെ ഒക്കെയാണ് നടന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്നാണോ വ്യതിചലിച്ചു പോയത്, അന്ന് തുടങ്ങി നമ്മളുടെ പ്രശ്നങ്ങൾ. അപ്പോൾ ചോദിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ഒരു നല്ല ഒരു സംവിധാനം എങ്ങനെയാണ് കലുഷമായത്? അത് തീർച്ചയായിട്ടും സ്വാർത്ഥമതികളായിട്ടുള്ള ആളുകൾ അതിൽ നുഴഞ്ഞു കയറുകയും, കാരണം എപ്പോഴും ഈ കാലത്തിൽ അങ്ങനെയാണ്, ഈ കാലചക്രത്തിൽ ഈ ധർമ്മത്തിനുള്ള ക്ഷയം പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഇതിങ്ങനെ ഒരു ചക്രമാണ്, അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന ധർമ്മച്യുതി ആണ് ഇതിന് കാരണമായിട്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെയുള്ള ഒരു ധർമ്മച്യുതി സംഭവിച്ച സമയത്താണ് ഗുരു ഇവിടെ അവതരിച്ചത്. ഈ അസമത്വങ്ങളിൽ നിന്ന് മുൻപ് സൂചിപ്പിച്ച പോലെയാണ്, വിദ്യാവിഹീനരായി ആളുകൾ അധപ്പതിച്ചപ്പോൾ, അല്ലെങ്കിൽ അവരെ അധപ്പതിപ്പിച്ചപ്പോൾ ആണ് ഇവിടെ അസന്തുലിതാവസ്ഥ വന്നത്. അത് സ്വാർത്ഥന്മാരായിട്ടുള്ള ആസുരീ സമ്പത്തിൻ്റെ, രാക്ഷസീ സമ്പത്തിൻ്റെ ഉടമകളായിട്ട് വന്ന ആളുകളാണ് അതിനെ അങ്ങനെ മാറ്റി തിരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ സംജാതമായപ്പോൾ കാലത്തിൻ്റെ തന്നെ, അല്ലെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രാർത്ഥനയാണ് പരബ്രഹ്മസ്വരൂപനായ ഗുരുവിൻ്റെ അവതാരം. ആ ഗുരു നമ്മളെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് സംവദിച്ചത്. അതിന് വേണ്ടത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ആ ദുഃഖത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും ഈ വരുന്ന തലമുറ ഗുരുവിൻ്റെ ആശയത്തെ, ഗുരുവിൻ്റെ വാണികളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമമാണ് വേണ്ടത്. അപ്പോൾ അതല്ലെങ്കിൽ വീണ്ടും നമ്മൾ അന്ധകാരത്തിലേക്ക് പോകും. ഇവിടെ നമ്മൾ ആഗ്രഹിക്കുന്ന ശാന്തിയും സമാധാനവും ഒന്നും ലഭിക്കാതെ പോകുമെന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഗുരുകുലത്തിലേക്ക് വിടുന്ന ശിഷ്യയെ ശിഷ്യമാചാര്യം ശൗചമാദൗ വിശേഷത തഥാ ഗുരുകുലാചാരാൻ സർവാനപി ശുഭോത്തരാൻ. ആചാര്യ എന്താണ്? ഗുരു
ശിഷ്യനെ വിശേഷിച്ച് ആദൗ ആദ്യമായിട്ട് ശൗചം ശുചിത്വത്തെ ശിക്ഷയേത് പഠിപ്പിക്കണം. തഥാ അപ്രകാരം ശുഭോത്തരാൻ സർവാൻ ഗുരുകുലാചാരാനപി ആദൗ ശിക്ഷയേത് എന്ത് ചെയ്യാണ്? ഗുരുകുല ശുഭങ്ങളായിട്ടുള്ള ഗുരുകുലത്തിലെ എല്ലാ ആചാരങ്ങളെയും ആദൗ ശിക്ഷയേത് ആദ്യം തന്നെ പഠിപ്പിക്കണം. അപ്പോൾ ശിക്ഷ എന്ന് പറയുന്നത് ഇവിടെ സംസ്കൃതത്തിൽ പഠിപ്പിക്കുന്നതാണ്, അല്ലാതെ ശിക്ഷിക്കുക എന്നുള്ളതല്ല. ശിക്ഷ പഠിപ്പിക്കണം. അപ്പോൾ ഇവിടെ ആചാര്യൻ ഗുരു എന്താണ്? ശിഷ്യന്. ഇപ്പോൾ മാതാപിതാക്കൾ 5 വയസ്സിലാണ് ഈ കുഞ്ഞിനെ ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവിടുന്നത്. ആ സമയത്ത് ആദ്യമായിട്ട് ആ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത് എന്താണെന്ന് പറയുന്നത്? ശുചിത്വത്തെ. ആദ്യമായിട്ട് അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിക്കേണ്ടത് ശുചിത്വമാണ്. അപ്പോൾ ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും അതുപോലെ ഗൃഹത്തിൻ്റെയും, അതായത് എവിടെയാണോ താമസിക്കുന്നത് അവിടെയൊക്കെ ശുദ്ധമായിട്ട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ള കാര്യമാണ് ഗുരു ആദ്യം അവരെ പഠിപ്പിക്കണം, കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടതെന്നാണ്. അപ്പോൾ നമ്മളുടെ അധ്യാപകരും ഇന്നത്തെ അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമ്പ്രദായം മാറിപ്പോയെങ്കിലും പഠിപ്പിക്കുന്ന ആളുകളുടെ ഉത്തരവാദിത്വം ഒരുപോലെയാണ്. അപ്പോൾ സ്കൂളിൽ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവരെ ആ രീതിയിൽ ബോധവാന്മാരാക്കേണ്ടത് അധ്യാപകരുടെ, ഗുരുക്കന്മാരുടെ, ആചാര്യന്മാരുടെ കടമയാണ് എന്ന് പറയുകയാണ്. ഒരുപക്ഷെ ഇന്ന് വീട്ടിൽ തന്നെ അധികം കുട്ടികൾ വസിക്കുന്നത് കൊണ്ട്, കാരണം ഹോസ്റ്റൽ സൗകര്യമുള്ളപ്പോഴും അതിന് ഒരു കുറച്ച് കഴിയുമ്പോഴാണ് ഒരു ഹോസ്റ്റലിലേക്കൊക്കെ വിടുന്നത്. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ മാതാപിതാക്കളാണ് കൂടുതൽ ഈ ശൗചാദി കാര്യങ്ങൾ, ശുചിത്വം, ബോധം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് അമ്മയും അച്ഛനുമാണ്. ഗുരുവിൻ്റെ കൂടെ ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്കൂളിൽ ആ രീതിയിൽ കുറച്ച് സമയമാണ് അവർ തങ്ങുന്നത്. അതുകൊണ്ട് അവർക്കും അതിന് വ്യക്തമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കും. അത് പലപ്പോഴും കാണാറില്ല. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും കുട്ടികളൊക്കെ ഈ പലതും ഭക്ഷിച്ചിട്ട് പലതും പല സ്ഥലത്തേക്കും വലിച്ചെറിയുന്നത്. ക്ലാസ് മുറികൾ ശുചിത്വമായി സൂക്ഷിക്കുവാനോ അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അധ്യാപകരുടെ ശ്രദ്ധ കർശനമായിട്ടുണ്ട് എങ്കിൽ, അതുപോലെ വീട്ടിലും മാതാപിതാക്കളുടെ ശ്രദ്ധയും ഉണ്ട് എങ്കിൽ അത്രയും മലിനമായിട്ട് വീടും ക്ലാസ് മുറികളും ഉണ്ടാകില്ല. അത് രണ്ടും ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ അവരിടപഴകുന്ന സ്ഥലത്തും ഈ വക കാര്യങ്ങൾ അഴുക്കാകാതെ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മളുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ ആദ്യമായിട്ട് പഠിപ്പിക്കേണ്ടത് ശുചിത്വമാണ്. ആചാരമാചരേ നിത്യം ഉപാസീത യഥാവിധി ദ്വേ സന്ധ്യേ വീതദിന്ദ്രികം ബ്രഹ്മചാരി യഥേന്ദ്രിയ. എന്താണ് യഥേന്ദ്രിയ? ജിതേന്ദ്രിയനായ, ഇന്ദ്രിയങ്ങളെ വിജയിച്ച അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന ബ്രഹ്മചാരി നിത്യം എന്നും യഥാവിധി വേണ്ട വിധം ആചാരങ്ങളെ ആചരിക്കണം. വിതദിന്ദ്രികം മടികൂടാതെ ദ്വേ സന്ധ്യ 2 സന്ധ്യകളിലും എന്താണ് ഉപാസിക്കണം. അപ്പോൾ
ഇവിടെ ജിതേന്ദ്രിയനായ ബ്രഹ്മചാരി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതായത് 2 സന്ധ്യകൾ എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവുമാണ്. അപ്പോൾ സന്ധ്യ പൊതുവെ നമ്മൾ അറിയുന്നത് അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് വൈകുന്നേരത്തെ സന്ധ്യയെ മാത്രമാണ്. സൂര്യൻ അസ്തമിക്കുന്ന ആ സമയത്തുള്ള സന്ധ്യ. രാവിലെയും ഒരു സന്ധ്യയുണ്ട്, സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയം. ഇത് 2 സന്ധ്യകൾ. ആ സമയത്താണ്, ആ സമയത്തിന് പ്രത്യേകിച്ച് രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, ആ സമയത്ത് നന്നായിട്ട് ആചാര അനുഷ്ഠാനങ്ങൾ, അതായത് സാധന ചെയ്യുക എന്നുള്ളതാണ്. അവൻ്റെ ഉപാസനാവിധികൾ ജപിക്കുക, ധ്യാനിക്കുക, അതോടൊപ്പം നല്ല ഗീതയും ഉപനിഷത്തും വേദങ്ങളും ഒക്കെ പാരായണം ചെയ്യുക. ഇപ്പോൾ ഗുരുവിൻ്റെ കൃതികൾ നമുക്കിവിടെ പറയാം. ഗുരുവിൻ്റെ കൃതികൾ ഇതൊക്കെ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് ആചാരത്തെ ആചരിക്കണമെന്ന് പറയുന്നത്. ആ രീതിയിലുള്ള ഒരു സംവിധാനം ഇന്ന് നമ്മളുടെ വീടുകളിലില്ല. രാവിലെ തന്നെ എഴുന്നേറ്റ് കുട്ടികളെ കൊണ്ട് ഈ സദ്ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യിപ്പിക്കുന്ന രീതി എന്നേ നമ്മളിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അത് വിട്ടുപോകാൻ കാരണം അങ്ങനെ ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ നമ്മൾ നിൽക്കാത്തത് കൊണ്ടാണ്. ഒരു ഗ്രാമത്തിൽ ഒരു ഗുരു, ആ ഗുരുവും ചുറ്റുപാടുമുള്ള ആളുകളൊക്കെ ഈ ആചാര അനുഷ്ഠാനങ്ങൾ ശരിയായ രീതിയിൽ പഠിച്ച് ആണ് പോകുന്നതെങ്കിൽ ഈ പ്രശ്നമില്ല. ഇപ്പോൾ ക്ഷേത്രമുണ്ട്, അവിടെ ചില ആചാരങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ ഇതിനെല്ലാം ഏകീകരിച്ചു കൊണ്ടുള്ള സംവിധാനമില്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ട് പറയുകയാണ്, ഈ ബ്രഹ്മചാരി അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി ആചാരങ്ങളെ 2 സന്ധ്യകളിലും, ഇപ്പോൾ ജിതേന്ദ്രിയനായ ബ്രഹ്മചാരി എന്ന് പറയുന്നത് എന്താണ്? ഈ പഠിക്കുന്ന കാലത്ത് അവൻ്റെ മനസ്സ് അല്ലെങ്കിൽ അവളുടെ മനസ്സ് മറ്റ് ലൗകികമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ബാലൻസിൽ നിർത്തുന്നതാണ്. അങ്ങനെയാണ് ഇന്ദ്രിയങ്ങളെ വിജയിച്ച അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ നിലയ്ക്ക് നിർത്തുന്ന ഒരു ആൾ. അപ്പോൾ ചെറിയ പ്രായത്തിൽ അത് എളുപ്പമാണ്. അതുകൊണ്ടാണ് ജിതേന്ദ്രിയനായിട്ടുള്ള ആ വിദ്യാർത്ഥി ശരിയായ രീതിയിൽ എന്ത് ചെയ്യണം? രാവിലെയും വൈകുന്നേരവും, സന്ധ്യാസമയം എന്നാണ് അതിന് പറയുന്നത്. പ്രത്യേകിച്ച് ഗായത്രി മന്ത്രം, അതുപോലെ അതല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടദേവതയുടെ മൂലമന്ത്രം കൃത്യമായിട്ട് ജപിച്ച് ഇരിക്കണം. അതിനോടനുബന്ധിച്ച് അവൻ്റെ സദ്ഗ്രന്ഥങ്ങളുടെ പാരായണവും നടത്തണമെന്നാണ്. പുരാണങ്ങളൊക്കെ അതിന് ശേഷം വായിക്കാവുന്നതാണ്. ഈ സമയത്ത് നമ്മൾ പാരായണം ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ശുദ്ധമായിട്ടുള്ള ആത്മീയ വിദ്യ പ്രദാനം ചെയ്യുന്ന ഗ്രന്ഥങ്ങളായിരിക്കണം. അത് യാതൊരു മുടക്കവും കൂടാതെ, മടി കൂടാതെ ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ അടുക്കും ചിട്ടയോടും കൂടി ഈ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കുട്ടിക്ക് പഠിക്കുവാനും അവൻ്റെ മനസ്സിനെ ബാലൻസിൽ കൊണ്ടുവരുവാനും അവൻ്റെ ബുദ്ധിയുടെ സൂക്ഷ്മതയിലേക്ക് അവന് പോകുവാനൊക്കെ സാധിക്കും. തീർച്ചയായിട്ടും ഇതിൻ്റെ കാര്യഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് കരണീയമായിട്ടുള്ളത് എന്ന് ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും അതിന് നമുക്ക് സാധിക്കട്ടെ. ഗുരുവിൻ്റെ അനുഗ്രഹം. ഒരുപക്ഷെ ഈ ശ്രീനാരായണ ധർമ്മം വേണ്ടുന്ന പോലെ നമ്മൾ ഓരോരുത്തരും ഓരോ വീടുകളിലും ആദ്യം തുടങ്ങി പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഗതികേട് വരില്ലായിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു.
ഇനി നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല. ഇനി അങ്ങനൊരു ഗതികേട് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിന് ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.